അവൾ പറഞ്ഞില്ല എന്താ തെറ്റ്? നീ എന്തിനാ അവന്റെ കൂടെ പോയി താമസിക്കുന്നത്? അവൻ നിന്നെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഇവിടെയല്ലേ ആദ്യം കയറി വന്നത്. എന്നെ ഇവിടെ കേട്ടില്ലല്ലോ. ഇറക്കി വിട്ടില്ലേ ഇവിടുന്ന്? നിങ്ങൾ ഇറക്കി വിട്ടപ്പോഴേ എനിക്ക് അഭയം തന്നത് ആ മനുഷ്യനാ. ചോദ്യം ചെയ്യേണ്ട ആളും ഉത്തരം തരേണ്ട ആളും ദയച്ചു കഴിഞ്ഞു. നേരിട്ട് തന്നെ ചോദിച്ചോ. അച്ഛനെന്ത് എവിടെ പോവാ? കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഉത്തരവാദിത്തം അച്ഛനും ഉണ്ട്. ഇന്നലെ രാത്രിയില് ശാരികേച്ചി പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ പരാതി കൊടുക്കാൻ ചെന്നിരുന്നു. ആ, അവളുടെ കുഞ്ഞിനെ കാണാതായതല്ലേ? അപ്പോൾ അവളല്ലേ പരാതി കൊടുക്കേണ്ടത്? വേണ്ടപ്പെട്ടവരെ അതിനുള്ള മറുപടിയും കൊടുക്കണം. അതെ, മറുപടി കൊടുക്കണം. എല്ലാത്തിനും കൃത്യമായ മറുപടി എന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അതിനവസരം തരാതെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശാരികേച്ചി എവിടേക്കോ പോയി. ഞാൻ ചേച്ചി ഇവിടേക്ക് വന്നോന്ന് അറിയാൻ വന്നത്. ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയ ആളെ തിരക്കി ദേ ഇപ്പഴാ വന്നിരിക്കുന്നെ. കൊള്ളാം കൊള്ളാം കുഞ്ഞേച്ചി, ഇങ്ങനെ തന്നെ വേണം. എല്ലാത്തിനും കൂടെയുണ്ട് ഒപ്പമുണ്ട് എന്ന് പറയുന്ന ആളിന്റെ തനി നിറം കാണിച്ചു തന്നതിന് നന്ദിയുണ്ട്, പെരുത്ത നന്ദിയുണ്ട്. ഞാൻ വന്നിരിക്കുന്നതേ നിന്നോട് തർക്കിക്കാനോ മത്സരിക്കാനോ അല്ല. ശാരികേച്ചി ഇവിടെ ഉണ്ടോ ഇല്ലയോ? ഒരാളും ഇല്ല. ഞാൻ ഈ പകൽ മുഴുവൻ അവളെ നോക്കി റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ നിരങ്ങിയിട്ടാ വന്നിരിക്കുന്നത്. എവിടെ പോയെന്ന് അറിയാനും പാടില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം? കായലിലോ പുഴയിലോ ചാടിയിട്ടുണ്ടെങ്കിൽ നേരത്തോട് നേരാകുമ്പോൾ ചത്തു പൊങ്ങുന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ അറിയാൻ പറ്റും. നീ പോയിട്ട് നാളെ വാ. ഇനി വരാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിലെ ചരമക്കോളത്തിൽ നോക്കിയാലും മതി. അച്ഛാ, പിന്നെ ഞാനിതിനൊക്കെ എന്ത് മറുപടി പറയണം? ശാലിനി, ഞാനും അച്ഛനും ഒക്കെ ശാലിയേച്ചി അന്വേഷിച്ചിട്ട് ഇപ്പൊ ഒന്ന് കയറിയതേ ഉള്ളൂ. എവിടെയാണെന്ന് അറിയില്ല. ശാലിനി അല്ലാതെ ശാലിയേച്ചി വേറെ ആരും കണ്ടിട്ടുമില്ല. ഇപ്പൊ കുഞ്ഞും പോയി, കുഞ്ഞിന്റെ അമ്മയും പോയി. ആ കുട്ടി ഇവിടെ ആയിരുന്നെങ്കിൽ ഞാനെങ്കിലും നോക്കിയേനെ. നിന്റെ നോട്ടത്തിന്റെ കാര്യമൊന്നും പറയണ്ട. നിന്റെ നോട്ടം കൂടിപ്പോയതുകൊണ്ടാ ചേച്ചി കുഞ്ഞിനെ രാജീവ് സാറിന്റെ വീട്ടിന്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് ട്രെയിനിന്റെ മുന്നിൽ ചാടിയത്. അച്ഛാ കേട്ടല്ലോ, ഓരോന്നും പറഞ്ഞൊപ്പിച്ചോണ്ട് വരുന്ന കേട്ടല്ലോ. ഇവിടെ ആയിരുന്നെങ്കിൽ ആ കൊച്ചു ജീവനോടെങ്കിലും ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോ എന്തോ പറ്റിയെന്ന് ആർക്കറിയാം? ചത്തോ ജീവനോടുണ്ടോന്ന് ദൈവത്തിനറിയാം. ശ്യാമേ, എന്നെ വിളിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. എല്ലാം വരുത്തി വെച്ചിട്ട് പുതിയ ഭർത്താവും കുട്ടികളുമായിട്ട് സുഖിച്ച് താമസിക്കുകയല്ലേ? ശ്യാമേ, നിന്നെ ഞാൻ... പോകരുത്. അവൾ പറഞ്ഞില്ല എന്താ തെറ്റ്? നീ എന്തിനാ അവന്റെ കൂടെ പോയി താമസിക്കുന്നത്? അവൻ നിന്നെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഇവിടെയല്ലേ ആദ്യം കയറി വന്നത്. എന്നെ ഇവിടെ കേട്ടില്ലല്ലോ. ഇറക്കി വിട്ടില്ലേ ഇവിടുന്ന്? നിങ്ങൾ ഇറക്കി വിട്ടപ്പോഴേ എനിക്ക് അഭയം തന്നത് ആ മനുഷ്യനാ. നിങ്ങൾക്കൊക്കെ ഇല്ലാത്തതുണ്ടാക്കി പറയാൻ വലിയ ഉത്സാഹ. മനുഷ്യരുടെ ഇടയിലുള്ള നന്മകളെ മനസ്സിലാക്കാനുള്ള കണ്ണും കാതും നിങ്ങൾക്കില്ല. അയാള് സ്വന്തം മക്കളെ പോലെയാ എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. എന്നുവെച്ച് ഞാൻ അയാളെ ഭർത്താവായി കണ്ടിട്ടൊന്നുമില്ല. പ്രതിഫലം അറിയിക്കാത്ത സ്നേഹം, അതാണ് അയാൾ എന്റെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതിന്റെ സത്യസന്ധതയും മഹത്വമൊന്നും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അയാൾ കാണിക്കുന്ന സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും എനിക്ക് അയാളോട് കടപ്പാടുണ്ട്. അതിനെ ഇനി ഏതൊക്കെ രീതിയിൽ വ്യാഖ്യാനിച്ചാലും എനിക്കൊന്നുമില്ല. കാരണം എനിക്കറിയാം എന്നെ. നിങ്ങളെ ഒരു കാര്യം ഓർത്തോ, അച്ഛനോടും ശ്യാമയോടുമായിട്ട് തന്നെയാ പറയുന്നത്. നിങ്ങളുടെ രക്തത്തെ തന്നെയാ സംശയിക്കുന്നത്. ഇങ്ങനെയുള്ള കഠിന ഹൃദയം ഉള്ളതുകൊണ്ടാ എന്റെ അമ്മ പോലും ഇവിടെ നിൽക്കാത്ത. മനസ്സ് നിറഞ്ഞാ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. ചങ്കില് കുത്തിയ വാക്കുകൾ അവിടെ ഇരുന്ന് വ്രണമായി പുഴുവരിച്ചാലും നിങ്ങളെ ആരെയും ഞാൻ ശപിക്കില്ല. കാരണം നിങ്ങളൊക്കെ ഇപ്പോഴും എന്റെ സ്വന്തമാണെന്ന് വിചാരിച്ച ഞാൻ ജീവിക്കുന്നത്. മനസ്സിലായോടി?
കിട്ടിയില്ലേ? വയറ് നിറച്ച് കിട്ടിയില്ലേ? പറ്റുമെങ്കിൽ കണ്ണും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഭഗവാന്റെ മുന്നിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കേ. ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കാഠിന്യെങ്കിലും കുറഞ്ഞങ്ങ് കിട്ടും. ഇവിടെയൊക്കെ ചന്ദ്രേ, ഇതിപ്പോ കുടിക്കേ. എനിക്ക് വേണ്ട റാണി. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം? എനിക്ക് കഴിയുന്നില്ല. മധുരയിൽ ഒന്നിച്ച് കഴിയാനുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ട് വന്നതല്ലേ പ്രകാശ്. എന്ത് സന്തോഷത്തോടെയാ അവനതെല്ലാം വന്ന് പറഞ്ഞത്. എല്ലാം എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടല്ലേ. ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? മോളെ, ഏട്ടാ, ഇന്നൊന്നും കഴിച്ചിട്ടില്ല ശിവേട്ടാ. അതിങ്ങ് താ. മോളെ, നീ ഇത് കുടിക്കേ. ഏട്ടാ, അവൻ അത്ര ആയുസുണ്ടായിരുന്നുള്ളൂ, അങ്ങനെ വിചാരിക്കേ. അല്ലാതെ വിധിക്കെതിരെ പടവരുതാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ. മോളിപ്പം മറ്റൊന്നും വിചാരിക്കണ്ട. ഏട്ടൻ തരുന്നല്ലേ, 1-2 സ്പൂണെങ്കിലും കഴിച്ചാ മതി. എനിക്കിപ്പോ വേണ്ട ഏട്ടാ. മോളെ, ഇത് ജീവിതമാണ്. സന്തോഷത്തെക്കാളേറെ ജീവിതത്തിൽ ദുരിതമാണ് കൂടുതലുള്ളതും. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്. നിന്റെ ഓർമ്മകളിൽ നിന്നും പ്രകാശിനെ അത്ര പെട്ടെന്ന് മറക്കാനാവില്ലെന്ന് എനിക്കറിയാം.